ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സമഗ്ര പരമ്പര ഇന്ന് ആരംഭിക്കുന്നു. അശ്വതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. 9 ഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ഓരോ ഗ്രഹങ്ങൾക്കും 3 നക്ഷത്രങ്ങൾ വീതം സ്വന്തമായിട്ടുണ്ട്. അതിൽ കേതുവിന്റെ ഒരു നക്ഷത്രമാണ് അശ്വതി. അശ്വതിയുടെ വേറെ പേരുകളാണ് തുരകം, ദസ്രം, അശ്വയുക്. കാലപുരുഷന്റെ ശിരസിനെ സൂചിപ്പിക്കുന്ന മേടം രാശിയിലാണ് അശ്വതിയുടെ 4 പാദങ്ങളും വരുന്നത്. മേടം രാശിയുടെ ചിഹ്നം ആടാണ്. ആടിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് മേടം രാശി ഉപകാരമില്ല അവരവർക്ക് എന്ന് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകളിലൂടെ മുന്നേറുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജാതകന്റെ മാതാവിനെയും മനസ്സിനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയണമെങ്കിൽ ലഗ്നം നിൽക്കുന്നത് അശ്വതി നക്ഷത്രത്തിലായിരിക്കണം. മേടം രാശിയിൽ ച എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ ജന്മനക്ഷത്രമായും ല എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ ലഗ്നമായും കണക്കാക്കേണ്ടതാണ്. 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് അശ്വതി നക്ഷത്രം. മേടത്തിന്റെ അധിപനായ ചൊവ്വയുടെയും നക്ഷത്രാധിപനായ കേതുവിന്റെയും സൂര്യന് ഇവിടെ ഉച്ചസ്ഥാനമാണുള്ളത്. ഈ 3 ഗ്രഹകാരകത്വങ്ങളും അശ്വതി നക്ഷത്രത്തിന് ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാറ്റിനും ഒരു മേധാവിത്വം വേണമെന്ന് ഇവർ ആഗ്രഹിക്കും. ഒരു പക്വതയോടെ പെരുമാറാൻ ഇവർക്ക് കഴിയും. ഏത് വിഷയവും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവുണ്ടാവും. പ്രത്യേകിച്ച് ഒക്കൾട്ട് സയൻസ് പോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. ദേവത അശ്വനി ദേവന്മാരാണ്, വൈദ്യരാണ്. മഹാഭാരതത്തില് കുന്തിദേവി ഈ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാണ് നകുല സഹദേവന്മാർക്ക് ജന്മം നൽകിയത്. യോനി പുരുഷനാണ്, പക്ഷി പുല്ല്, മൃഗം കുതിര, ഗണം ദേവമാണ്. ഭൂതം ഭൂമിയാണ്, വൃക്ഷം കാഞ്ഞിരം, ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 3 മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പാരമ്പര്യ ജ്യോതിഷത്തിൽ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അശ്വതി നക്ഷത്രക്കാർ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷി മൃഗാദികളെ പരിപാലിക്കുമ്പോൾ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. മൃഗം കുതിരയാണെന്ന് പറഞ്ഞുവല്ലോ. ഒരു ലക്ഷ്യം മനസ്സിൽ ഉടലെടുത്താൽ വളരെ അനായാസേന അതിലേക്ക് എത്താനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. DNA ആസ്ട്രോളജി പ്രകാരം അശ്വതി നക്ഷത്രം സൂര്യന്റെ കർമ്മദോഷം വാങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ്. സൂര്യൻ ഉച്ചനാകുന്നതും ഇവിടെ തന്നെയാണ്. ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 4 കാര്യങ്ങളിലാണ്. 1 പിതാവ്, 2 ഗവൺമെന്റ്, 3 ഹോസ്പിറ്റൽ, 4 രാഷ്ട്രീയം. ഈ 4 വിഷയങ്ങളിൽ ഏതിലാണോ ദുരിതം ഈ ജന്മം അനുഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയാണ് പരിഹാരം ചെയ്യേണ്ടതും. തീർച്ചയായും ഈ 4 മേഖലകളിൽ ഒന്നിലെങ്കിലും ദുരിതം അനുഭവിക്കാതെ മുന്നോട്ട് പോവാൻ അശ്വതിക്കാർക്ക് ആവില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കർമ്മമായി തിരഞ്ഞെടുത്ത് ധാർമ്മികമായി ജീവിച്ചാൽ മാത്രമാണ് ഈ ജന്മത്തിലെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിവാകാൻ കഴിയുക. സൂര്യ കർമ്മദോഷം വാങ്ങുന്ന ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി. ഇവർക്ക് പൊങ്ങച്ചം കൂടുതലായിരിക്കും. അത് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പാർട്ട്ണറായി വരുന്നവർക്ക് വളരെ ഈസിയായി ഇവരെ കയ്യിലെടുക്കണമെങ്കിൽ പുകഴ്ത്തി പറഞ്ഞാൽ ഇവർ ഫ്ലാറ്റ് ആകും എന്നുള്ളതാണ്. അശ്വതി 1-ാം പാദം അത്ര നന്നല്ല. 30 വയസ്സിന് ശേഷം ഇവർ ശോഭിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം സമൂഹത്തിന്റെ മുന്നിൽ ശോഭനമായിരിക്കും. കേതുവിന്റെ നക്ഷത്രമായതുകൊണ്ട് മനസ്സുഖത്തിനും മാതാവിന്റെ ഐശ്വര്യത്തിനും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രാശ്യാധിപൻ ചൊവ്വ ആയതുകൊണ്ട് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. കർമ്മഭാവവുമായി അശ്വതിക്ക് ബന്ധം വരുമ്പോൾ നല്ല ഡോക്ടറാവാൻ കഴിയുമെന്നുള്ളതാണ്. ഇവരെ സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. വെറുത്താൽ അതുപോലെ തന്നെ. ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ല. ഈഗോ വർക്കൗട്ട് ആകും. ആയുസിന് തിരുച്ചെന്തൂർ മുരുകനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഭോഗർ സിദ്ധരുടെ
അവരെ കാണുകയും അവരുടെ ആശ്രമത്തിലേക്ക് പോവുകയും എല്ലാം നല്ലതാണ്. ഇവർ നല്ലൊരു ഹീലർ ആയതുകൊണ്ട് ഇവരുടെ കൈകൊണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ അസുഖത്തിന് പെട്ടെന്ന് ശമനം ഉണ്ടാവും. പരമ്പരയിൽ ആയുർവേദമോ ഹോമിയോയോ കൈകാര്യം ചെയ്തവർ ഉണ്ടാവും. രാശ്യാധിപൻ ചൊവ്വ ആയതുകൊണ്ട് സംഗീതം കേൾക്കാൻ ഇഷ്ടമായിരിക്കും. കേതുവിന്റെ നക്ഷത്രമായതുകൊണ്ട് മുടിക്ക് പ്രത്യേകത ഉണ്ടാവും. ചുരുണ്ട മുടി ഇല്ലെങ്കിൽ വണ്ണം കുറവ് അനുഭവപ്പെടാം. കുലദൈവ കണക്ഷൻ വിട്ടുപോയിട്ടുള്ള ആളായിരിക്കും അശ്വതി ജാതകൻ. ഇറച്ചി നന്നായി കഴിക്കും ആദ്യം, പിന്നീട് താല്പര്യം കുറയും. അശ്വതിയിൽ ലഗ്നമാണെങ്കിൽ ഉഷ്ണ ശരീരമായിരിക്കും. കാരണം മേഢം രാശി അഗ്നിരാശിയാണ്. സൂര്യന്റെ കർമ്മദോഷം കൂടുതലായി ജീവിതത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ ദിവസവും നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഭരണി നക്ഷത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.